നമുക്കൊരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞ് ചെവിവേദന വന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ENT ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്കൊരു നെയ്സൽ ഡ്രോപ്പും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് പറയും അത് ഒഴിക്കുന്നത്. പക്ഷെ മിക്കവാറും പേഷ്യൻസും ആ നെയ്സൽ ഡ്രോപ്പ് ഒഴിക്കില്ല. ചെവിവേദനയ്ക്കല്ലേ വന്ന എന്തിനാ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്നതെന്നാണ് വിചാരിക്കാറ്. പക്ഷെ നമ്മളത് ചെയ്യണം. ആ മൂക്കിൽ ഒഴിക്കുന്ന തുള്ളിമരുന്നാണ് നിങ്ങൾക്ക് ആക്ച്വലി ഉള്ള ചെവിവേദന കുറയാനാണെങ്കിലും ചെവിയിലേക്കുള്ള ഇൻഫെക്ഷൻ മോശമാവാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിനി മൂക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്. നമുക്ക് ജലദോഷം കഫക്കെട്ടൊക്കെ വന്നാൽ ഈ ട്യൂബ് അടയുന്നത് കൊണ്ടാണ് നമുക്ക് ചെവിക്കൊരു അടപ്പ് പോലെ ചെവിക്കൊരു വേദന പോലെ വന്നു തുടങ്ങുന്നത്. ആ ട്യൂബിന്റെ അടപ്പ് അതുപോലെ തന്നെ നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് കെട്ടുകയും അത് കൂടി കഴിയുമ്പോൾ പാട പൊട്ടി ചെവിന്ന് പഴുപ്പ് വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് ജലദോഷം വരുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് തുള്ളിമരുന്ന് ഒഴിക്കാനായിട്ട് ENT ഡോക്ടേഴ്സ് യൂഷ്വലി പറയുന്നത്. ജലദോഷം വരുമ്പോൾ തന്നെ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻ ചെവിയിലേക്ക് പോവാതിരിക്കും. ഇത് കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ പല പാരന്റ്സും കുട്ടികൾക്ക് ചെവിവേദന ഇല്ല, അതിന് എന്തിനാ മൂക്കിലേക്ക് തുള്ളിമരുന്ന് ഒഴിക്കുന്നത് എന്നുള്ളത് ഒരു ലാഘവത്തിൽ അതങ്ങ് വിടും. പക്ഷെ ഇനിമേലിൽ ഇത് ശ്രദ്ധിക്കുക.